വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള വ്ളോഗൊന്നുമല്ല, ഞങ്ങൾ കുറച്ച് പ്ലേസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ജഗൻമോഹൻ പാലസിലാണ്. അപ്പോൾ ഇത് 1861 അന്നത്തെ മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജ വോഡെയർ മൂന്നാമനാണ് ഈ പാലസ് നിർമ്മിച്ചത്. 1897 മൈസൂർ കൊട്ടാരത്തിനുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് പുതിയ കൊട്ടാരം പൂർത്തിയാകുന്നതുവരെ വോഡെയർ രാജകുടുംബം ഇവിടെയാണ് താമസിച്ചത്. 1917 ഈ കൊട്ടാരം ഒരു ആർട്ട് ഗാലറിയായി മാറ്റി. 1902 കൃഷ്ണരാജ നാലാമൻ്റെ കിരീടധാരണവും ഇവിടെ വെച്ചാണ് നടന്നത്. അതുപോലെ ഇവിടെ പോയാൽ ഒരുപാട് നമുക്ക് നല്ല പെയിൻറ്റിങ്സുകൾ കാണാൻ പറ്റും കേട്ടോ. രാജാ രവിവർമ്മയുടെയും അതുപോലെ മറ്റ് പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരുടെയും മാസ്റ്റർ പീസുകളായിട്ടുള്ള ഒരുപാട് പെയിൻറ്റിങ്സ് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പെയിൻറ്റിങ്സ് മാത്രമല്ല, അവരുപയോഗിച്ച വസ്ത്രങ്ങൾ, പിന്നെ ഫർണിച്ചറുകൾ, അത്തറുകൾ, മിററുകൾ, അങ്ങനെ എല്ലാം ഒരു കൊട്ടാരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഒന്നിച്ച് ഒരു കുടക്കീഴിലെന്ന് പറയില്ലേ, അതുപോലെയാണ്. നമുക്കിതെല്ലാം ഇങ്ങനെ കണ്ടു പോകാം. കണ്ടാൽ തീരില്ല. കുറച്ച് ക്ലിപ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം ഇതിനുള്ളിൽ ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് വളരെ കുറച്ച് ക്ലിപ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശന്നായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 10 മണിക്ക് ഓപ്പൺ ചെയ്യും കേട്ടോ. ക്ലോസിങ് ടൈം 5:30. അപ്പോൾ മാത്രമല്ല എൻട്രി ഫീ വളരെ കുറച്ച് എൻട്രി ഫീ ഉണ്ട്, എന്തായാലും ഉണ്ട് കേട്ടോ. ഞാൻ എത്ര ആയിരുന്നു എന്നന്ന് ഓർക്കുന്നില്ല കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ കയറി. ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിക്കുകയാണ്. നന്നായിട്ട് വിശന്നായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ മാത്രമാണ് എല്ലാം കൂടെയുള്ള മിക്സാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൽ സ്വീറ്റ് കോണൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ തൈര് സാദം എല്ലാം കൊള്ളായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ മാതളനാരങ്ങയുടെ ഈ ഒരു മരം കണ്ടപ്പോൾ ജസ്റ്റ് അതിൻ്റെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് എവിടോട്ടാണെന്നല്ലേ, കരഞ്ചി നാച്ചുറൽ പാർക്ക്. അപ്പോൾ ഇതും മൈസൂർ സൂവുമായിട്ട് കണക്ഷൻ ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ നമ്മൾ പാസ് എടുക്കുമ്പോൾ രണ്ടിടത്തും കൂടെ നമുക്ക് ഒരുമിച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് എൻട്രി ഇതുവഴിയും നമുക്ക് എൻട്രി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവഴി പോയപ്പോഴാണ് അത് ആദ്യമായിട്ട് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വാക്ക് ത്രൂ ഏവിയറിയും 90 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഇത് 100 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ. നിങ്ങളിപ്പോൾ ഈ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം കുഞ്ഞുങ്ങളായിട്ടൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ഫാമിലി കണ്ടു, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. കാരണം ഇവിടെ പ്രത്യേകിച്ച് അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫുഡൊന്നും കൊടുക്കരുതെന്ന്. കുഞ്ഞുങ്ങളുള്ള വീട്ടുകാരിപ്പോൾ വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഫുഡുമായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ വരുമ്പം അവർ ഒരു കൗതുകം കൊണ്ട് ഈ പക്ഷികളൊക്കെ അടുത്ത് വരുമ്പം ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് ഇവിടെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അധികൃതർ അവരോട് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. പിന്നെ ബ്ലാക്ക് സ്വാൻ ആണ് കേട്ടോ ഇത്. അപ്പം പീക്കോക്കുകൾ തന്നെ നമ്മൾ നാട്ടിൽ കണ്ടിട്ടുണ്ട്, 1-2 ഞാൻ കണ്ടിട്ടുണ്ട്, അടുത്തൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും പീക്കോക്കിനെ സത്യം പറയാലോ, നോക്ക്, എവിടെ നോക്കിയാലും ഇപ്പം ഞാൻ എടുക്കുന്നത് കുറച്ച് അകലെ പീലി വിടർത്തിയിരിക്കുന്ന മെയിലായിട്ടുള്ള പീക്കോക്കിനെയാണ്. തൊട്ടു മുകളിൽ നോക്കിക്കേ, എവിടെ നോക്കിയാലും പീക്കോക്കാണ്. ഇത്രയും പീക്കോക്കുകൾ ഈ മൈസൂരുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. പീക്കോക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ പീക്കോക്കിനെ ആദ്യം നമ്മളങ്ങോട്ട് കയറുമ്പം ആദ്യം കാണുന്നത് ഇതാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് തന്നെ സത്യം പറയാലോ എൻ്റെ കിളി പോയി. കുറേ നേരം ഞാനിവിടെ സ്പെൻഡ് ചെയ്തു. എനിക്ക് അതിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നി കുറേ നേരം. കാരണം നമ്മൾ നടക്കുന്ന ആ വഴിയിലൂടെ എല്ലാം ഇതുങ്ങളിങ്ങനെ പോകുവാണ്, വരിയായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ, ഇത്ര അടുത്ത് ഇതിനെ കാണുമ്പോൾ ആർക്കാണെങ്കിലും ഒരു കൗതുകം വരില്ലേ. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കരഞ്ചി നാച്ചുറൽ പാർക്ക്. അപ്പോൾ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരണം. അടുത്ത ഐറ്റം ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കപ്പിൾസായിട്ടാണെങ്കിലും
അല്ലാതാണെങ്കിലും പോകാം കേട്ടോ. അപ്പോൾ രണ്ട് പേർക്ക് 100 രൂപയോ 200 രൂപയോ മറ്റോ ആണ് കേട്ടോ ഇവർ ഈടാക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു ഫുള്ളായിട്ട് ഇപ്പോൾ ഒരു ഫാമിലിയായിട്ട് പോവുകയാണെങ്കിൽ 4ഉം 5ഉം 6ഉം പേർക്ക് ഒരുമിച്ച് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്നതിന് 500 ആണെന്ന് തോന്നുന്നു കേട്ടോ റുപ്പീസ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തത് ഇതാണ്. കാരണം അച്ഛനും അമ്മയും കുഞ്ഞിനെ നോക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ അവർ വരുന്നില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ കുഞ്ഞിനെ നോക്കാം, ആ ടൈമിൽ നിങ്ങളൊന്ന് പോയിട്ട് വാ, ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാനൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങളെ പോയുള്ളൂ. സത്യം പറയാമല്ലോ, ഇത് നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം. അവിടെ ഒന്ന് പോകണം, മസ്റ്റായിട്ട് പോകേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മളിങ്ങനെ പെഡൽ വെച്ചിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്യണം കേട്ടോ. നല്ല രസമാണ്. സത്യം പറഞ്ഞാൽ ഒരു എക്സസൈസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇപ്പം പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ടൈമില്ല. നമ്മളോട് ഇപ്പോൾ അവർ പറഞ്ഞില്ല കേട്ടോ, ഞങ്ങളെ വിളിച്ചില്ല. ഇനി ടൈം കാണും, അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങളെ വിളിച്ചില്ല. ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു ഇതിങ്ങനെ ഈ തടാകത്തിൽ ഇങ്ങനെ ചുറ്റിയതുകൊണ്ട് നോക്കൂ, ഫൗണ്ടൻ പോലെ കണ്ടില്ലേ. അപ്പോൾ ഇതുകൊണ്ടായിരിക്കാം ഇവിടെ ചിലപ്പോൾ ഇതിനെ ഫൗണ്ടൻ തടാകം എന്ന് പറയുന്നത് കേട്ടോ. എനിക്കറിയത്തില്ല അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ്. എന്തായാലും നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഫാമിലിയായിട്ട് പറ്റുമെന്ന്. അപ്പം അവരുടെ പ്രൈവസി അല്ലേ, അതുകൊണ്ടാണ് ഞാൻ അവരെ വീഡിയോയിൽ എടുക്കാത്തത്. അപ്പോൾ അങ്ങനെ ഫാമിലിയായിട്ടുള്ളവർക്ക് അങ്ങനെ നമുക്ക് എടുക്കാം കേട്ടോ. ബോട്ട് അങ്ങനത്തേത് ചൂസ് ചെയ്യാം. നമ്മളിത് ഇങ്ങനെ പോകുമ്പം ആദ്യം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അടവിയിൽ ഇതുപോലെ കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ടുണ്ട്. അല്ലാതെ ബോട്ടിൽ നമ്മൾ കന്യാകുമാരി പോയപ്പം പോയിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ തന്നെ ഞങ്ങൾ 2 പേര്, അതായത് 2 പേരായിട്ടൊന്നും ഇങ്ങനെ പോയിട്ടില്ല കേട്ടോ ഈ ബോട്ടിലൊന്നും ഇങ്ങനെ. അപ്പോൾ എനിക്ക് പോയപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു ആദ്യം കുറച്ച് നേരത്തേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സെറ്റായി കേട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല രസമുണ്ട് ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഈ തടാകത്തിൽ ഇങ്ങനെ കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.